ಸರ್ವಮಂಗಲ ಮಾಂಗಲ್ಯೆ ಶಿವೆ ಸರ್ವಾರ್ಥ ಸಾಧಿಕೆ ಶರಣ್ಯೇ ತ್ರಂಬಕೆ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತೆ. ನಮಸ್ಕಾರ. ರಾಮಚಂದ್ರ അടിക. ഇത് ദിവ്യ മൂകാംബിക ക്ഷേത്രാണ്. വൈവസ്വത മന്വന്തരത്തിലെ ദേവിയ ഒരു ശരീരത്തിൻ്റെ ഭാഗം ഈ ഭൂഭാഗത്തിൽ വീണിട്ട് സ്വയംഭുവായ ദിവ്യക്ഷേത്രാണ്. ജ്യോതിർലിംഗം സുവർണരേഖാങ്കിതം ലിംഗം നാസ്തി നാസ്തി ജഗത്രയെ വാമഭാഗാധികം ലിംഗം നഭൂതോ നഭവിഷ്യത്തി എന്നിട്ട് സുവർണരേഖയുള്ളവർ ജ്യോതിർലിംഗം ഏത് ലോകത്തിലും കാണിക്കാൻ പറ്റില്ല. അത് ഈ കോലാപുര ക്ഷേത്രത്തിൽ മാത്രം ഉള്ളതാണ്. ആ ജ്യോതിർലിംഗത്തിൻ്റെ ശക്തി അറിഞ്ഞിട്ടാണ് കോല മഹർഷികള് മഹാരണ്യപുരം എന്നിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ തപസ് ചെയ്ത് ഈശ്വരന പ്രത്യക്ഷപ്പെട്ട് ഈശ്വരന വരം കോലാപുര എന്നിട്ട് മഹാരണ്യപുരത്തിന്റെ പേര് പരിവർത്തനയായി അങ്ങനെ ഇപ്പോൾ കൊല്ലൂരായിട്ട് പേര് മാറിയിട്ടുണ്ട്. കാലഘട്ടം കഴിയുമ്പോൾ കമ്മാസുരൻ എന്നിട്ടുള്ള മഹാ അസുരന് മൂകാസുരനായിട്ട് അവനെ സംഹാര ചെയ്ത ദേവി മൂകാംബിക എന്ന് പ്രഖ്യാതിയായി. കോലാപുര മഹാലക്ഷ്മി ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക എന്നിട്ട് പ്രസിദ്ധിയാണ്. ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിലെ കൊല്ലൂർ ഗ്രാമമാണ്. മൂകാംബ മൂക്കപർവ്വതാനിട്ട് മൂകാംബികയായിട്ട് കോലാപുരെ മഹാലക്ഷ്മി സദാസ്ഥിത. മഹാലക്ഷ്മി ആയിട്ട് പൂർണ്ണ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ സാന്നിധ്യമാണ്. സാന്നിധ്യം എന്നാൽ സ്വയം ഇഷ്ടപ്പെട്ട് ദേവി ഈ ഭൂഭാഗത്തിൽ നിന്നത് അനുഗ്രഹം കൊടുക്കുന്നതാണ്. അങ്ങനെ എപ്പോഴും സാന്നിധ്യമുള്ള ദിവ്യ ജ്യോതിർലിംഗ മൂകാംബിക ജ്യോതിർലിംഗാണ്. സപ്തമോക്ഷദായക ക്ഷേത്രം ഗോകർണ മണ്ഡലത്തിൽ ഇത് അന്തിമ ക്ഷേത്രമാണ്. ജ്യോതിർലിംഗത്തിൽ ഒരു ജ്യോതിർലിംഗാണ്. 12 ജ്യോതിർലിംഗത്തിൽ 18 ശക്തിപീഠത്തിൽ മുഖ്യ ശക്തിപീഠം വന്നിട്ടുള്ള ഐതിഹ്യമാണ്. അങ്ങനെ മധ്യത്തില് ജ്യോതിർലിംഗത്തിൽ മധ്യത്തിൽ സുവർണരേഖ ആ മഹാലക്ഷ്മിയുടെ ഭാവമാണ്. ഇടത്തിഭാഗ കൂടലത്തിലുണ്ട്. അതിന് ശക്തിപീഠ പ്രധാനം ശക്തി സാന്നിധ്യമാണ്. ശിവഭാഗത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സാന്നിധ്യം കൂടെ ഉണ്ട്. അങ്ങനെ 33 കോടി ദേവതാ ശക്തി സാന്നിധ്യം. സർവദേവ ശരീരേഭ്യോ ആവിർഭൂതാമിതപ്രഭ ത്രിഗുണാസ മഹാലക്ഷ്മി സാക്ഷാൻ മഹിഷമർദിനി. 3 ഭാവത്തിൽ 33 കോടി ദേവതാ ശക്തി സാന്നിധ്യ മൂകാംബികയാണ്. ഇങ്ങനെ ഈ മൂകാംബിക ക്ഷേത്രത്തില് നിത്യോത്സവമുണ്ട്, പിന്നെ വാരോത്സവ, പിന്നെ മാസോത്സവ, പിന്നെ പക്ഷോത്സവമായിട്ട് മാസോത്സവ, പിന്നെ ഷാൺമാസികോത്സവ, പിന്നെ വാർഷികോത്സവ. ഇങ്ങനെ എല്ലാവിധമായിട്ടുള്ള ഉത്സവങ്ങൾ ഇത് ഈ അമ്പലത്തിലുണ്ട്. ഷാൺമാസികോത്സവ എന്നാൽ ഈ നവരാത്രി കാലാണ്. നവരാത്രി കാലത്തിന്റെ ഒരു വിശിഷ്ടത എന്നാൽ ഇവിടെ യോഗനിദ്ര ദേവജാത മഹിഷാസുരമർദിനി ശൈലജ ധൂമ്രഹ ചണ്ഡമുണ്ഡ രക്തബീജ നിശുംഭ ശുംഭ എന്നിട്ട് 9 ദുർഗാഭാവത്തിലാണ് ദേവിക്ക് കൽപ്പോക്ത പൂജ നടക്കുന്നത്. ഡാമരി തന്ത്ര പ്രയോഗമാണ്. ഇനി ഒരു പ്രയോഗമുണ്ട്. പ്രഥമം ശൈലപുത്രേതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഘണ്ഠേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ദമാതേതി ഷഷ്ടം കാത്യായനീതി ച സപ്തമം കാലരാത്രിശ്ച മഹാഗൗരീതി ചാഷ്ടമം നവമം സിദ്ധിദാത്രി ച നവദുർഗാ പ്രകീർത്തിതാന്നിട്ട് അത് കാത്യായനി തന്ത്ര. ഇവിടെ ഡാമരി തന്ത്ര പ്രയോഗത്തിൽ ആരാധനയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അസുരര സംഹാര ചെയ്ത ആ ദിവ്യ രൂപം ആരാധന ചെയ്യുന്ന ഈ 9 ദിവസങ്ങൾ ശരത്കാലേ മഹാപൂജ ക്രിയത്തെ യാചവാർഷികേ തസ്യാൻ മമൈതൻ മഹാത്മം ശ്രുത്വാ ഭക്തി സമന്വിത എന്നിട്ട് അമ്മയെ പറഞ്ഞിട്ടുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിൽ വരുന്ന സപ്തശതി മന്ത്രത്തിൽ ശരത്കാലത്തിൽ എന്നാൽ ഈ ഋതുവില് ആശ്വയുജ മാസത്തിൽ വരുന്ന മുതലാമത്തെ ദിവസം കൊണ്ട് 9 ദിവസം നവരാത്രികൾ എന്നിട്ട് പ്രസിദ്ധിയാണ്. ആ 9 ദിവസത്തിന്റെ അന്ത്യത്തില് അസുരര സംഹാര ചെയ്ത് ദശമിക്ക് വിജയോത്സവം നൽകിയ ദിവസമാണ് വിജയദശമിയാണ്. അങ്ങനെ 22-ാം തീയതി ഈ കൊല്ലത്തിന്റെ നവരാത്രി ഉത്സവം
രാവിലെ സ്തംഭ ഗണപതി പൂജ നാന്ദി പുണ്യാഹവാചനം കൊണ്ട് ആരംഭമായിട്ടുണ്ട്. 22-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് ദിവ്യ ശ്രീ ശങ്കര മണ്ഡപത്തിൽ നവരാത്രി കലശസ്ഥാപനയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പ്രതി ദിവസം ഉച്ചയ്ക്ക് ശതരുദ്രാഭിഷേകം അമ്മയ്ക്ക് 100 പ്രാവശ്യം രുദ്രമന്ത്ര പഠനം ചെയ്ത് അഭിഷേകം വിശേഷ നൈവേദ്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ 4ാമത്തെ ദിവസമാണ്. ശൈലജ ദുർഗ ആരാധനയാണ് ഇന്ന്. പിന്നെ നവരാത്രി പൂജ രാത്രി കഴിഞ്ഞിട്ട് സുവാസിനി പൂജാ ചടങ്ങും, അത് കഴിഞ്ഞിട്ട് ശങ്കരപീഠത്തിലുള്ള നവരാത്രി കലശത്തിലെ ദീപാരാധന, അത് കഴിഞ്ഞിട്ട് രാത്രി ഉത്സവമാണ്. ഇങ്ങനെ 30-ാം തീയതി വരെ ഇതേപോലെ നടന്നിട്ട് 30-ാം തീയതി രാവിലെ ദുർഗാഷ്ടമിക്ക് ദുർഗാ ഹോമം ഉണ്ട് അമ്മയ തിരുനടയില്. ದುರ್ಗತಿ ನಾಶಿನಿ ಅನಿಟ್ಟು ಅಷ್ಟಮಿಯಲ್ಲಿ ದುರ್ಗಾಭಾವದಲ್ಲಿ ಎಲ್ಲ ಭಕ್ತಜನಗಳ ದುರ್ಗತಿ ദാരിദ്ര്യ നിവൃത്തിക്ക് വേണ്ടി ഉള്ളില് ദുർഗാ ഹോമം ഉണ്ട്. അങ്ങനെ 1-ാം തീയതി നവമിയാണ്. നവമിക്ക് വിശേഷമായിട്ട് ഉച്ച 1:15 ധനുർലഗ്നത്തില് അമ്മയ രഥോത്സവമാണ്. രഥത്തിൽ ആരൂഢളായിട്ടുള്ള ദേവര ദർശനം ചെയ്താൽ പുനർജന്മം ഇല്ല എന്നിട്ട് ആഗമവാണിയുണ്ട്. എന്നാൽ അത്ര പാപങ്ങൾ നിവൃത്തിയാവുന്ന ദിവ്യ ക്ഷണമാണ് ആ രഥോത്സവം. ആ രഥോത്സവം നവമിക്കാണ്. നവമി രഥോത്സവം കഴിഞ്ഞിട്ട് ഉള്ളിൽ പൂർണ്ണ കുംഭാഭിഷേകം, അത് കഴിഞ്ഞിട്ട് ദീപാരാധന, പിന്നെ പ്രസാദ തീർത്ഥപ്രസാദ വിനിയോഗമാണ്. ഇങ്ങനെ 9 ദിനങ്ങളെ നവരാത്രി പൂജാ കൽപ്പമാണ്. ദശമിക്ക് നവാന്നപ്രാശന എന്നിട്ട് അമ്മയ്ക്ക് പൊതു നൈവേദ്യ അന്ന നൈവേദ്യമാണ്, പായസാന്ന നൈവേദ്യം. അതല്ലാതെ ഭണ്ഡാര പൂജ ഇത്യാദി പൂജകളുണ്ട്. ആയുധ പൂജ ഒക്കെ വിശേഷങ്ങളുണ്ട്. പിന്നെ 29-ാം തീയതി ഇവിടെ മൂലാനക്ഷത്രത്തിന്റെ ദിവസ ശാരദാ സ്ഥാപനയുണ്ട്. അതേ ദിവസ രാത്രി രംഗപൂജ വിശേഷതയുണ്ട്. രംഗപൂജ ആയിട്ട് 2 ദിവസം അമ്മയെ നഗരോത്സവം കൊണ്ടുപോകും. നഗരത്തിൽ ഉത്സവത്തിൽ പോകും അമ്മ. അങ്ങനെ ദശമിക്ക് വൈകുന്നേരം 5:30 മണിക്ക് വിജയോത്സവ യാത്രയുണ്ട്. അടുത്തുള്ള ശുക്ലതീർത്ഥാനിട്ടുള്ള ക്ഷേത്രത്തിൽ അമ്മയെ പോയിട്ട് അവിടെ വിജയോത്സവം ഉണ്ട്. ഈ വിദ്യാദശമി എന്നിട്ടുള്ള ദശമിക്ക് ഇവിടെ കൊച്ചുമക്കളിക്ക് വിദ്യാരംഭം വളരെ പ്രാശസ്ത്യാണ്. പൂർണ്ണ ശാരദ സാന്നിധ്യമുള്ള ദിവസം എന്നിട്ട് 1000 കണക്ക് മക്കള് ഇവിടെ വന്നിട്ട് വിദ്യാരംഭം വിദ്യ ആരംഭ ആദ്യാക്ഷരം എഴുതിയിട്ട് ആ സരസ്വതി അനുഗ്രഹം എടുക്കുന്ന ദിവ്യ ദിവസമാണ്. ഇങ്ങനെ ഈ ക്ഷേത്രത്തിലെ നവരാത്രി പർവം 10 ദിവസം നടക്കും. വിശേഷ എന്നാല് ഇത് പുണ്യക്ഷേത്രമാണ്. വരി ക്ഷേത്ര ഇതല്ല, പുണ്യമായിട്ടുള്ള ക്ഷേത്ര. ഇവിടെ കോല മഹർഷികളെ തപസ്, ആദിശങ്കര തപസ്സിന്റെ ഫലമുണ്ട്. ഇവിടെ വന്നിട്ട് വളരെ ശ്രദ്ധ ഭക്തിയിൽ നമ്മൾ ഈ ക്ഷേത്രത്തിൽ അമ്മയെ ദർശനം ഒക്കെ ചെയ്യണം. പാപങ്ങൾ ചെയ്താൽ ഇവിടെ വജ്രലേപോ ഭവിഷ്യത്തി എന്നിട്ട് ആ പാപങ്ങൾ നിവൃത്തിയാവില്ല. അതിന് മനസ്സിൽ വെച്ച് എല്ലാ ഭക്തങ്ങൾ ഈ നവരാത്രി പർവത്തിൽ അമ്മയെ തൊഴുതിട്ട് അമ്മയ അനുഗ്രഹം എടുക്ക. എല്ലാവർക്കും ദേവി മംഗളം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ശംഭു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.